എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. സോ ഇന്നത്തെ വീഡിയോ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആണ്. 2 ആഴ്ച മുമ്പാണ് മാവൽ ഒരു ട്രെയിലർ റിലീസ് ചെയ്തത്. സോ MCയുടെ അടുത്ത പ്രോജക്റ്റ് ആണ് തണ്ടർബോൾട്സ്. ഈ ഒരു മൂവീൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാം നമുക്ക്. ആൻഡ് ഓൾസോ നമ്മുടെ MCU ഓൾറെഡി ഡൗൺ ആയിരിക്കുന്ന ഒരു ടൈമിൽ ഐ തിങ്ക് ദിസ് പ്രോജക്റ്റ് ക്യാൻ ബി എ ഗുഡ് വൺ. ബിക്കോസ് ഈ പ്രോജക്റ്റിൽ കൂടുതലും നമ്മൾ മുമ്പത്തെ പടങ്ങളിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു തിരിച്ചുവരവാണ്. ആൻഡ് മേ ബി കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻസും ഉണ്ടാവും. സോ നമുക്ക് എന്തായാലും നേരെ ട്രെയിലർ ബ്രേക്ക് ഡൗണിലേക്ക് പോകാം. സോ ഇതൊരു നീണ്ടൊരു ട്രെയിലർ തന്നെയാണ് ഇവർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരു 3 മിനിറ്റ് സംതിങ് ഉണ്ട് ഈ ഒരു ട്രെയിലർ. ഇതിൽ കാണിക്കുന്നത് ഓഫ്കോഴ്സ് ആ ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നതാണ്. ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ DC മൂവി ആയ സൂസൈഡ് സ്ക്വാഡിൻ്റെ പോലത്തെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഇതിലും ജോയിൻ ആവുന്നത്. കാരണം ഇതിനുള്ള കോമൺ ഫാക്ടർ എന്തെന്ന് വെച്ചാൽ സൂസൈഡ് സ്ക്വാഡിലുള്ള ആ ഒരു ഗ്രൂപ്പിലുള്ളത് കൂടുതലും വില്ലൻസും അതുപോലെ ആൻറ്റി ഹീറോസ് ആണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു തണ്ടർബോൾട്സ് ഗ്രൂപ്പിലും വില്ലന്മാരും ആൻറ്റി ഹീറോസും അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണിത്. സോ ദിസ് ഇസ് ബേസിക്കലി മാർവലിൻ്റെ സൂസൈഡ് സ്ക്വാഡ് എന്ന് പറയാം. ഓൾറെഡി അതിൻ്റെ പേരിൽ ഒരു ആസ്റ്ററിക്സും കിടക്കുന്നുണ്ട്. മേ ബി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാം, ഈ ഒരു ഗ്രൂപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റം വരാം. ഒരു ഡിഫറൻസ് ആണ് ആ ഒരു ആസ്റ്ററിക്സ് ആ ഒരു നെയിമിൽ കിടക്കുന്നത്. ഇനി ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് ട്രെയിലറിൽ കാണിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് വിഡോ എന്ന മൂവിയിലത്തെ തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് പറയാനുള്ളത് അഫ്കോഴ്സ് മെയിൻ ക്യാരക്ടറായ യെലേന ബെലോവയാണ്. ഫ്ലോറൻസ് പൂ എന്ന ആക്ട്രസ് ആണ് ഈ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. നമ്മുടെ ബ്ലാക്ക് വിഡോയിൽ സ്കാർലറ്റ് ജൊഹാൻസന്റെ ഒപ്പം വളർന്ന ആ ഒരു സിസ്റ്റർ ക്യാരക്ടറാണ്. ആൻഡ് ഓൾസോ നമ്മുടെ MCUത്തെ ഫ്യൂച്ചർ ബ്ലാക്ക് വിഡോ ആണ് ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ കുറേ സീക്വൻസസ് കാണിക്കുന്നുണ്ട്, കുറേ ആൾക്കാരെ ഫൈറ്റ് ചെയ്യുന്നതും പിന്നെ ഇപ്പം ഓരോ അണ്ടർ കവർ മിഷൻസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ട്രെയിലറിൽ. പിന്നെ അഫ്കോഴ്സ് ട്രെയിലറിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് യെലേന അവരുടെ അവരുടെ ഒരു ഫാദറിനെ മീറ്റ് ചെയ്യണമെന്നാണ്. അവർ അഡോപ്റ്റ് ചെയ്ത ഫാദറാണ് നമ്മുടെ റെഡ് ഗാർഡിയൻ അല്ലെങ്കിൽ അലക്സി എന്ന് വിളിക്കും. ഡേവിഡ് ഹാർബർ എന്ന ആക്ടറാണ് ഈ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. സോ ഈ ഒരു ക്യാരക്ടറിനെ ഫസ്റ്റിൽ മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്, ഒരു ഗ്രൂപ്പ് അപ്പ് പോലെ. കാരണം ബ്ലാക്ക് വിഡോന് ശേഷം ഇപ്പോഴാണെന്ന് തോന്നുന്നത് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സീക്വൻസ് കാണിക്കുന്നത്. അപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സും പിന്നെ നമ്മൾ കാണുന്നത് ടാസ്ക് മാസ്റ്ററാണ്. അതായത് ബ്ലാക്ക് വിഡോ എന്ന മൂവിയിലത്തെ വില്ലൻ ക്യാരക്ടറിനും ഈ ഒരു ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. സോ ഈ 3 ക്യാരക്ടേഴ്സും ആ ഒരു മൂവിയിൽ നിന്നാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ആൻറ്റ്മാൻ ആൻഡ് ദ വാസ്പിലത്തെ വില്ലൻ ക്യാരക്ടറായ ഗോസ്റ്റ് എന്ന ക്യാരക്ടറും ഈ ഒരു മൂവിയിൽ തിരിച്ചു വരുന്നതാണ്. പിന്നെ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജറിൽ നമ്മൾ അവസാനമായിട്ട് കണ്ടത് ബക്കീനെ അതിലാണ്. സോ ബക്കി ഈ മൂവിയിൽ തിരിച്ചു വരുന്നുണ്ട്. പുള്ളിക്കാരൻ എന്തായാലും ഒരു അടിപൊളി വരവ് തന്നെയായിരിക്കാം. കാരണം ആ ഒരു മൊത്തം ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആക്ഷൻ സീൻസ് ആയിരിക്കും കൂടുതലും നമ്മൾ കാണാം. അതായത് പവേഴ്സും എബിലിറ്റീസും ഒന്നും അധികം ഇല്ലെങ്കിലും ആ ഒരു ആൻഡ് ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ കൂടുതലും ഈ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. സോ ബക്കി തിരിച്ചു വരുന്നതുകൊണ്ട് അതേപോലെ തന്നെ ആ ഒരു സീരീസിലത്തെ ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജറിലത്തെ ആ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടുള്ള US ഏജന്റ് ഈ മൂവിയിൽ തിരിച്ചു വരുന്നുണ്ട്. സോ ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് കാണിക്കുന്നത് ട്രെയിലറിൽ. അതായത് നമുക്ക് മുമ്പ് ഇറങ്ങിയിരുന്ന ആ ഒരു ഗ്രൂപ്പിൽ മുമ്പ് ഇറങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇത്രയുമാണുള്ളത്. സോ ദേ ആർ ഡെഫിനറ്റ്ലി ടീമിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു റൂമിൽ നമ്മൾ കാണുന്നത് യെലേനയും ടാസ്ക് മാസ്റ്ററും പിന്നെ ഗോസ്റ്റും US ഏജന്റും ഫൈറ്റ് ചെയ്യുന്നതാണ്. സോ എന്തോ ഒരു മിഷന് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് എത്തുന്നതാണ്. സോ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ട്രെയിലറിൽ കാണിക്കുന്നത് തന്നെ അടിപൊളിയാണ്. അതായത് ഇതുവരെയായിട്ടും കണ്ടുമുട്ടാത്ത ഈ ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം അത് നല്ല രസമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. സോ പിന്നെ പറയാനുള്ള ഓഫ്കോഴ്സ് ഇവരുടെ സ്യൂട്ടുകളൊക്കെ അപ്ഡേറ്റ് ആയതാണ്. അതായത് നമ്മുടെ ആൻറ്റ്മാനിലത്തെ വില്ലനായ ഗോസ്റ്റിൻ്റെ സ്യൂട്ടും അതുപോലെ തന്നെ ടാസ്ക് മാസ്റ്ററുടെ ഇവരൊക്കെ കോസ്റ്റ്യൂംസിലൊക്കെ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ട്രെയിലറിൽ. കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് കാണാനായിട്ട്, ആ ഒരു ഹൈടെക് രീതിയിലുള്ള സ്യൂട്ട്സൊക്കെ. പിന്നെ പറയാനുള്ളത് ഇതിൽ ബോബ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ട്രെയിലറിൽ കാണിക്കുന്നത് ഈ ഒരു പുള്ളിക്കാരനൊരു പാവം പിടിച്ച ഒരു ക്യാരക്ടറായിട്ട് എൻ്റെ പേര് ബോബാന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടർ മാവൽ കോമിക്സിൽ നിന്ന് സെൻട്രി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. സോ സെൻട്രീനെ പറ്റി പറയുകയാണെങ്കിൽ
ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മുടെ DC കോമിക്സിലത്തെ സൂപ്പർമാനോട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് സെൻട്രി. സോ സെൻട്രിയുടെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും MCUവിലേക്ക് ഈ ഒരു മൂവിയോട് കൂടിയിട്ട്. സെൻട്രിയുടെ ഏലിയാസ് നെയിമാണ് ബോബ് എന്നുള്ളതും. സോ ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് എന്തായാലും ഈ ഒരു മൂവിയോട് കൂടിയിട്ട് കാണാൻ പറ്റും. സോ ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് ഒന്ന് ഓഫ്കോഴ്സ് ചെറിയൊരു സീക്വൻസിൽ സെൻട്രിയുടെ ഷർട്ടിൽ കുറേ ബുള്ളറ്റ് ഹോൾസ് കാണാം. അതായത് കുറേ സോൾജേഴ്സ്, അത് ഏത് ഗ്രൂപ്പാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, അവർ പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഒറ്റ ബുള്ളറ്റ് പോലും പുള്ളിക്കാരൻ്റെ ശരീരത്തിൽ തറച്ചിട്ടില്ല. ആ ഒരു ഡ്രസ്സിൽ കുറേ ബുള്ളറ്റ് ഹോൾസ് അല്ലാണ്ട്. ആൻഡ് ഓൾസോ വേറൊരു മെയിൻ ഇൻഡിക്കേഷൻ ഉള്ളത് അഫ്കോഴ്സ് സെൻട്രിയുടെ അരയിലുള്ള ആ ഒരു ബെൽറ്റിൻ്റെ സിമ്പിളും കൂടി ഈ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ചെറിയൊരു സ്നീക്കാണ് കാണിക്കുന്നത്, പക്ഷെ അത് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു കൺഫർമേഷൻ ചെയ്യാം ദിസ് ഇസ് സെൻട്രി. ഈ ഒരു ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അതായത് ക്യാപ്റ്റൻ മാർവലൊക്കെ പോലെ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് നമുക്കിനി കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഓഫ്കോഴ്സ് ആ ഒരു അവെഞ്ചേഴ്സ് ടവർ അല്ലെങ്കിൽ സ്റ്റാർ ടവർ ഇതിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ ആ ടവർ കൺട്രോൾ ചെയ്യുന്നത് വാലന്റീന അലഗ്ര ഡെ ഫോണ്ടെയിൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. ഈ ക്യാരക്ടർ നമ്മൾ ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജറിലാണ് കാണുന്നത്. സോ ഐ തിങ്ക് ഈ ഒരു ക്യാരക്ടറാണ് ഇവരെ ഈ ഒരു ഗ്രൂപ്പായിട്ട്, ഈ ഒരു തണ്ടർബോൾസിൻ്റെ ആശയം തന്നെ പുള്ളിക്കാരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സൂസൈഡ് സ്ക്വാഡിൽ അമാൻഡ പോലത്തെ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും ഇത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് ഗോയിങ് ടു ബി ബ്രൂട്ടൽ. വാലന്റീൻ എന്തായാലും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഐ തിങ്ക് ഷീ ഈസ് ബിഹൈൻഡ് എവറിത്തിങ്. ഇതിൻ്റെ പിന്നിലൊക്കെ പുള്ളിക്കാരി തന്നെയാണ്. സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അടുത്ത കൊല്ലാണ് റിലീസ്. ഐ തിങ്ക് മെയ് ഓർ ഏപ്രിൽ ആ ഒരു ടൈമിലാണ് ഈ മൂവി റിലീസ്. ബട്ട് ഇറ്റ് ക്യാൻ ചേഞ്ച്, കാരണം മാർവലാണ്. ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഓരോ സമയത്ത്. സോ ഐ എം ത്രിൽഡ് ടു വാച്ച് ദിസ്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഈ പറയുന്ന അത്രയും ലെവൽ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ല. ബട്ട് യു ക്യാൻ സീ ദീസ് നാച്ചുറൽ ആയിട്ടുള്ള കുറേ സ്റ്റൺസും കാര്യങ്ങളൊക്കെ ആ ഒരു ട്രെയിലറിൽ തന്നെ നമുക്ക് ബക്കിയുടെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഐ തിങ്ക് ബക്കി ആയിരിക്കും ഇവരുടെ ലീഡറെന്നും തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ഗ്യാങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ചും കൂടി മെച്ചുവറും കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളെ തന്നെയായിരിക്കും അവർക്ക് ആവശ്യം. സോ ഐ തിങ്ക് ബക്കി ഈസ് ഗോയിങ് ടു ബി ദർ ലീഡർ. അപ്പം എന്താണെങ്കിലും ഇത്രയുമാണ് ഈ ഒരു ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി ആൻഡ് ഐ എം എക്സൈറ്റഡ്. സോ ഇറ്റ് വിൽ ബി എ ഗുഡ് വാച്ച്. സോ ഐ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. കീപ് സപ്പോർട്ടിങ് ദ ചാനൽ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക.